ഗാന്ധി സിനിമ വരുന്നതിന് മുൻപ് മഹാത്മാഗാന്ധി അറിയപ്പെട്ടിരുന്നില്ലേ? രാഷ്ട്രത്തിന്റെ രാഷ്ട്രപിതാവിനെ കുറിച്ച് പ്രധാനമന്ത്രിയാണ് പറയുന്നത്. ഗാന്ധി സിനിമ വരുന്നതിന് മുൻപ് ഗാന്ധിജിയെ ലോകത്തിന് അറിയില്ലായിരുന്നു എന്ന്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിനിടെയാണ് 1982 പുറത്തിറങ്ങിയ സിനിമയിലൂടെയാണ് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ ലോകമറിഞ്ഞതെന്നാണ് മോദി പറഞ്ഞത്. ഇതോടെയാണ് പരാമർശം വിവാദമായത്. ഗാന്ധി വലിയ സംഭവമൊന്നുമല്ല എന്ന് സ്ഥാപിക്കാനാണോ പ്രധാനമന്ത്രി ശ്രമിച്ചതെന്ന സംശയത്തിലാണ് വിവാദം കൊഴുക്കുന്നത്. സിനിമ വരുന്നതിനും 5 പതിറ്റാണ്ട് മുൻപ് ഗാന്ധിജി ലണ്ടനിൽ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിനും എത്രയോ മുൻപ് ദക്ഷിണാഫ്രിക്കയിൽ ബാരിസ്റ്ററായി പ്രവർത്തിക്കുകയും ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയിട്ടുമുണ്ട് എന്നത് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാമെന്നിരിക്കെ പ്രധാനമന്ത്രി ഇത്തരം പ്രസ്താവനകൾ ഇറക്കിയത് ശുദ്ധമായ രാഷ്ട്രീയ ലാക്കുകൊണ്ടാണെന്ന് അരിയാഹാരമോ ഗോതമ്പാഹാരമോ കഴിക്കുന്ന ഏത് കുട്ടിക്കും മനസ്സിലാകുമെന്നാണ് വിമർശകർ പറയുന്നത്. കന്യാകുമാരിയിൽ ധ്യാനമിരിക്കാൻ പോയ പ്രധാനമന്ത്രി വിവേകാനന്ദനെ ലോകത്തിനെ അറിയിക്കാനാണ് ധ്യാനം നടത്തുന്നതെന്നാണ് വിമർശകരുടെ ട്രോളുകൾ. പ്രധാനമന്ത്രി ജനിക്കുന്നതിന് മുൻപ് അമേരിക്കയിൽ പോയി പ്രസംഗിച്ച് ഇന്ത്യയുടെ യശസ്സുയർത്തിയ ആളാണ് വിവേകാനന്ദ സ്വാമികൾ. ഇനി വിവേകാനന്ദനെ കുറിച്ചും എന്തെങ്കിലും പറഞ്ഞേക്കുമോ എന്ന സംശയത്തിലാണ് മാലോകർ. തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടാൻ വേണ്ടിയുള്ള ഗിമ്മിക്സ് ആണ് നരേന്ദ്രമോദി നടത്തുന്നതെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശത്തിനെതിരെ രാഹുൽ ഗാന്ധിയും രംഗത്തെത്തിയിരുന്നു. ഗാന്ധിയെ അറിയാൻ ഒരു സിനിമ കാണേണ്ട ആവശ്യം ഒരു പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിക്കേ ഉള്ളൂ എന്നാണ് രാഹുൽ പരിഹസിച്ചത്. ആരായാലും അറിയപ്പെടാത്ത വിവേകാനന്ദനെ പ്രധാനമന്ത്രിയുടെ ധ്യാനത്തിന് ശേഷം ലോകം അറിഞ്ഞോളും. ഇത്രയും കാലം കോൺഗ്രസുകാരോ കമ്മ്യൂണിസ്റ്റുകാരോ മറ്റു പാർട്ടിക്കാരോ അതിന് മുതിർന്നിട്ടില്ല. അത് അവർക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടെന്നാണ് മോദി പറയാതെ പറയുന്നത്. ബുദ്ധി കൂടിയാൽ സിദ്ധി കൂടും എന്നൊരു ചൊല്ലുണ്ടല്ലോ. ബുദ്ധി കൂടിയവർ എന്തെങ്കിലും പറയുമ്പോൾ ഇടങ്കോലിടാൻ വരരുത്. അതാണ് കോൺഗ്രസുകാർ അറിഞ്ഞു വെക്കേണ്ടത്. ആരെയെങ്കിലും ലോകത്തിനെ അറിയിച്ചു കൊടുക്കാൻ മുൻകൈയെടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല തന്നെ. താൻ ദൈവത്തിന്റെ അടുത്തയാളാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരാൾ നല്ല കാര്യം ചെയ്യുമ്പോൾ കുനിഷ്ഠുമായി വരരുത്. ധ്യാനത്തിന്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കരുതെന്നാണ് കോൺഗ്രസും പ്രതിപക്ഷവും പറയുന്നത്. അത് ശുദ്ധ വിവരക്കേടാണ്. അങ്ങനെയെങ്കിലും വിവേകാനന്ദനെ ഇനി 4 ആൾ അറിയട്ടെ, അതുതന്നെയല്ലേ നല്ല കാര്യം. പിന്നെ സിനിമ വരുന്നതിന് മുൻപ് ആരാലും അറിയപ്പെടാത്ത മഹാത്മാഗാന്ധിയെയും പ്രസ്താവന വന്നതോടെ 4 ആൾ അറിഞ്ഞിട്ടുണ്ട്. അതിലാണ് ചാരിതാർത്ഥ്യം. ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ.